വിഭാഗത്തിൽ 94 വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 3 ബാച്ചുകളിലായി 150 വിദ്യാർത്ഥികളുമായി പ്രവർത്തനം ആരംഭിച്ച ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ ഹൈസ്കൂൾ +2 വിഭാഗങ്ങളിലായി 4000 വിദ്യാർത്ഥികൾ അധ്യയനം നടത്തി വരുന്നുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ സിൽവർ ജൂബിലിയുടെ ഭാഗമായിട്ട് ഹയർ സെക്കൻഡറിക്ക് 18 ക്ലാസ് റൂമുകളുള്ള വലിയൊരു ബ്ലോക്ക് നിർമ്മിച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടനം അടുത്ത ദിവസം തന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട MESന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ അവർ നിർവഹിക്കുന്നതാണ്. ഡിസിപ്ലിൻ അന്ന് 2000-ൽ ഇത് തുടങ്ങുമ്പോൾ വെറും 74 കുട്ടികൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 94 കുട്ടികൾ വെച്ചു. ആ സ്ഥാപനമാണ് ഇന്ന് 4000-ൻ്റെ അടുത്ത് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമായി മാറിയത്. അത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പിന്നെ അതിൻ്റെ ഡിസിപ്ലിനാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, അവിടുത്തെ കാര്യം, അതുവരെ വന്ന മാനേജ്മെൻറ്റും PTA അവിടുത്തെ അധ്യാപകരും ഒക്കെ സഹകരിച്ചാണ് ഈ സ്കൂളിൻ്റെ ഈ ഉന്നമനത്തിൻ്റെ കാര്യമായിട്ടുള്ളൊരു പരിഗണന നമ്മൾ ഈ നാട്ടുകാരെ മുന്നിൽ തരുന്നത്. അത് വലിയൊരു ഒരു അഭിമാനം തന്നെയാണ് സ്കൂളിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ മാനേജ്മെൻറ്റായി ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ സ്കൂളിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വരുന്ന കായിക കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഏറെക്കുറെ മുൻപന്തിയിലുണ്ട്. അവിടുത്തെ എല്ലാ പ്രതിഭാശാലികളെയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ സാമൂഹ്യ ചാരിറ്റബിൾ പ്രവർത്തനം ഞങ്ങൾ നടത്താറുണ്ട്. പാവപ്പെട്ട കുട്ടികളെ ഉന്നമനത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ സ്നേഹവീട്, അതിപ്പോൾ 2 വീൽ ചെയർ കൊടുത്തു. പിന്നെ അതേപോലെ ഓരോ ചാരിറ്റബിൾ പ്രവർത്തനവും അതേപോലെ സ്കൂളിൻ്റെ മറ്റുള്ള എല്ലാ ഉന്നമനത്തിനും മാനേജ്മെൻറ്റ് എന്തിനും എപ്പോഴും അവിടുത്തെ സ്റ്റാഫിൻ്റെ പിന്നെ സഹകരണവും കുട്ടികളുടെ സഹകരണവും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത്രയും ഈ കാര്യത്തെ കുറിച്ച് ഇപ്പോൾ 25ാം വർഷത്തെക്കുറിച്ച് സിൽവർ ജൂബിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 25 പരിപാടികളാണ് സ്കൂളിനെ സംബന്ധിച്ച് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 25 പരിപാടികൾ നമ്മൾ ഓരോന്നായിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ്. ഇപ്പം മാഗസിനായാലും അതേമാതിരി പ്രസ് മീറ്റ്, വിളംബര ജാഥ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ മെഡിക്കൽ എക്സ്പോ ഉണ്ട്. നമ്മൾ മെഡിക്കൽ കോളേജിൽ വളരെ ആധുനിക സാങ്കേതിക വെച്ച് മെഡിക്കൽ എക്സ്പോ ഉടനെ ഉണ്ടാക്കാൻ പോകണം. അതിൻ്റെ ഡേറ്റ് നമ്മൾ ഉടനെ അനൗൺസ് ചെയ്യും. അത് സമീപത്തുള്ള എല്ലാ UP സ്കൂൾക്കും LP സ്കൂളുകൾക്കും മറ്റുള്ള സ്കൂളുകൾക്കും വന്ന് കാണാൻ ഉതകുന്ന തരത്തിലാണ് നമ്മൾ ഈ സംരംഭം ഇവിടെ ഈ മെഡിക്കൽ എക്സ്പോ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ സെമിനാർ, മാധ്യമ സെമിനാർ നിങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ വലിയ ഒരു മാധ്യമ പ്രവർത്തകനെ മുൻകൂട്ടി കൊണ്ടുവന്ന് ഒരു മാധ്യമ എല്ലാവരും പബ്ലിസിറ്റിയിൽ ഉൾപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകരെ വെച്ച് ഞങ്ങൾ ഒരു മാധ്യമ സെമിനാർ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ പാലിയേറ്റീവിലേക്ക് ഞങ്ങൾ സ്നേഹ സംഗമം ചെയ്യാറുണ്ട്. പിന്നെ ഫുഡ് ഫെസ്റ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഷൂട്ട് ഔട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് മുമ്പേ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു ആവർത്തനം കൊണ്ട് മുന്നുണ്ടാകുന്നുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സെക്രട്ടറി പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത്തരം കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്.